മുണ്ടത്തിക്കോടിലെ പടക്കശാലയിലേക്ക് പോകാനുള്ള തീരുമാനം അവസാന നിമിഷം മാറ്റിയതിലൂടെ ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് എടപ്പാൾ പൊൽപ്പാക്കര ഗ്രാമം. എങ്കിലും ഈ ഗ്രാമത്തിൽ നിന്നുള്ള 2 പേർ അപകടത്തിൽ മരിച്ചു. ഒരാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പൊൽപ്പാക്കരയിൽ നിന്ന് നിരവധി പേരാണ് തൃശൂർ പൂരത്തിനായി മുണ്ടത്തിക്കോടിലെ വെടിക്കോപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് ജോലിക്കായി പോകാറുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മണ്ടകപ്പറമ്പിൽ ഇമേഷ് ജോലിക്കായി മുണ്ടത്തിക്കോടിലെ പടക്ക നിർമ്മാണശാലയിലെത്തിയത്. നാട്ടുകാരായ മണികണ്ഠനും വിജയനും ഒന്നിച്ച് ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ഉഗ്രസ്ഫോടനവും തീയും ഉയർന്നത്. ഉടൻ മതിൽ ചാടി പാടത്തേക്ക് ഓടിയതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത്. പക്ഷേ എതിർദിശയിലേക്ക് ഓടിയ കൂടെയുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ടു. ഒരു മിന്നലും കണ്ടു, ഒരു പൊട്ടലും കണ്ടു. അപ്പം ഞാനെന്ത് പണിയത്, തൊട്ടടുത്ത് പാടാ ഞാനതെടുത്ത് ചാടി ഞാൻ ഓടി. ഞാൻ ഇങ്ങോട്ട് ഓടി, അവർ നേരെ ഇങ്ങോട്ട് ഓടിയത്. അതിലാണ് അവർ പെട്ടത്. ഒപ്പമുള്ള 3 ആൾക്കാർ മരണപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് മൊത്തത്തിലൊരു സ്ഫോടനം വരെ മൊത്തത്തിലൊരു കത്തൽ. ഇമേഷിന്റെ സുഹൃത്തുക്കളായ പലരും കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റിയത് കൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ പോകാനുള്ള പരിപാടിക്കൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇന്ന് പാലക്കാട് വെടിക്കെട്ടുണ്ട് പറഞ്ഞത്. അത് കാരണം ഞങ്ങളവിടെ പോയില്ല, മുണ്ടത്തിക്കോട് പോയില്ല. അല്ലെങ്കിൽ രാവിലെ പോകാനുള്ള പരിപാടിക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. അത് കാരണം ഞങ്ങൾ കഴിച്ചില്ല. ഇത് ഞങ്ങൾ അതിന് പോയിരുന്നു. അപകടത്തിൽ മരണപ്പെട്ട പൊൽപ്പാക്കര സ്വദേശികളായ വിജയന്റെയും മണികണ്ഠന്റെയും മൃതദേഹം പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. കൊളത്തൂർ സ്വദേശി മണികണ്ഠന്റെ മൃതദേഹം കുടുംബ ശ്മശാനത്തിലും സംസ്കരിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം.